This is 24. നമസ്കാരം. ഇലക്ഷൻ ഗേറ്റിലേക്ക് സ്വാഗതം. ദേശീയ തലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്താകെ ചർച്ച ചെയ്യാൻ തക്കവണ്ണമുള്ള വിഷയങ്ങൾ സംഭവിച്ച ദിവസമാണ് ഇന്ന്. സാം പിട്രോഡ പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവായ സാം പിട്രോഡ നടത്തിയ കമന്റിനെ തുടർന്ന്, അദ്ദേഹത്തിന്റെ പരാമർശത്തെ തുടർന്ന് അതൊരു പ്രധാന ചർച്ചാ വിഷയമാക്കി മാറ്റാൻ BJP ശ്രമിക്കുന്നു. പ്രധാനമന്ത്രി അടക്കം ആ വിഷയത്തിൽ കമന്റുമായി മുന്നോട്ട് വരുന്നു. അങ്ങനെ ഇന്നത്തെ രാഷ്ട്രീയ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് വളരെ പെട്ടെന്ന് ഇന്ന് കോൺഗ്രസ് കാരവൻ മാസികയുടെ വാർത്തയെടുത്ത് പുറത്തുവിടുന്നത്. ആ വാർത്ത ഒരു ആരോപണമായി ഉന്നയിക്കുന്നത്. കാരവൻ മാസികയുടെ വാർത്ത ഇന്ന് ഉച്ചയോടെ പുറത്തു വരുന്നത്. ആ വാർത്തയിൽ കൃത്യമായി BJP നേതാവ് യെദിയൂരപ്പ അദ്ദേഹത്തിന് കർണാടകത്തിലെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി 1800 കോടി രൂപ മുടക്കിയിട്ടുണ്ട് എന്നും ആ മുടക്കിയ തുകകൾ പ്രധാനപ്പെട്ട BJP നേതാക്കൾക്കും BJPയുടെ ദേശീയ നേതൃത്വത്തിനും ഒക്കെ വേണ്ടിയാണ് എന്നുമുള്ള വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത്. പിന്നീട് ചർച്ച അതിലേക്ക് മാറുന്നു. അതിന് മറുപടിയുമായി BJPയുടെ രവിശങ്കർ പ്രസാദ് രംഗത്ത് വരുന്നു. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ചർച്ച പൂർണ്ണമായും കേന്ദ്രീകരിക്കാൻ സാധ്യതയുള്ള രണ്ട് വിഷയങ്ങൾക്ക് ഇന്ന് കോൺഗ്രസും BJPയും മുൻകൈയെടുത്ത് അവർ തന്നെ ആ വിഷയങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ കൗതുകം. കേരളത്തിലേക്ക് വന്നാൽ പത്തനംതിട്ടയിൽ സസ്പെൻസ് ഇങ്ങനെ കളിക്കുകയാണ്. BJPയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നത് സംബന്ധിച്ച് BJPയുടെ സ്ഥാനാർത്ഥി PS ശ്രീധരൻ പിള്ളയോ K സുരേന്ദ്രനോ ആയിരിക്കുമെന്ന ചർച്ചകൾക്കപ്പുറത്തേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോയിരിക്കുന്നു. PJ കുര്യൻ്റെ അടക്കം പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. NSSന്റെ പിന്തുണ തീർച്ചയായും, അല്ലെങ്കിൽ NSSന്റെ ശ്രമമടക്കം ആ വിഷയത്തിലുണ്ട് എന്ന തരത്തിലുള്ള ഊഹാപോഹങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആ വാർത്തയ്ക്കായി കേരളം കാത്തിരിക്കുകയുമാണ്. ഇതിലേക്കെല്ലാം വരാം. പ്രധാന വാർത്തകളിലേക്ക് ആദ്യം. തെരഞ്ഞെടുപ്പിന് മുൻപ് BJPയെ പ്രതിരോധത്തിലാക്കി കാരവൻ മാഗസിന്റെ വെളിപ്പെടുത്തൽ. മുഖ്യമന്ത്രിയാവാൻ യെദ്യൂരപ്പ BJP നേതാക്കൾക്ക് കോടികൾ നൽകിയെന്ന ആരോപണം. അരുൺ ജെയ്റ്റ്ലിയും നിതിൻ ഗഡ്കരിയും അടക്കം BJP കേന്ദ്ര നേതൃത്വത്തിന് 1800 കോടി നൽകി. ലോക്പാൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ്. ആരോപണം തള്ളി യെദ്യൂരപ്പ. പുറത്തുവന്നത് വ്യാജരേഖകളെന്ന് BJP. പത്തനംതിട്ടയിലെ അനിശ്ചിതത്വം തുടരുന്നു. പ്രഖ്യാപനം വൈകുന്നതിൽ മുരളീധര പക്ഷത്തിന് അതൃപ്തി. തർക്കങ്ങളില്ലെന്ന് കുമ്മനം രാജശേഖരൻ. തുഷാർ സ്ഥാനാർത്ഥിയാകുന്നതിൽ എതിർപ്പില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. തുഷാർ സ്ഥാനമൊഴിയണമെന്ന് ആവർത്തിച്ച് വെള്ളാപ്പള്ളി. കോലീബി സഖ്യ വിവാദത്തിൽ CPIMനെ പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ച് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സ്ഥലവും സമയവും കോൺഗ്രസിന് തീരുമാനിക്കാമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. BJPയിലേക്ക് പോകുന്ന നേതാക്കളെ ഓഫർ നൽകി കോൺഗ്രസ് പിടിച്ചു നിർത്തുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. വടകരയിൽ പോരാട്ടം, അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെ എന്ന് P ജയരാജൻ. ബീഹാറിൽ മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജനം പൂർത്തിയായി. RJD 20 സീറ്റുകളിലും കോൺഗ്രസ് 9 സീറ്റിലും മത്സരിക്കും. 11 സീറ്റുകളിൽ ചെറുപാർട്ടികൾ. പ്രകാശ് രാജ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകി. സ്വതന്ത്രനായുള്ള മത്സരം ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിൽ നിന്ന്. ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീർ BJPയിൽ ചേർന്നു. തീർച്ചയായും യെദ്യൂരപ്പയ്ക്കെതിരെ മാത്രമല്ല, BJPയുടെ ഒരുമാതിരിപ്പെട്ട കേന്ദ്ര നേതാക്കൾക്കെല്ലാം എതിരെയാണ് ഇന്നിപ്പോൾ കാരവൻ മാസിക തെളിവ് പുറത്തുവിട്ടുകൊണ്ട് വാർത്ത നൽകിയിരിക്കുന്നത്. ആ വാർത്തയാണ് ഇന്ന് കോൺഗ്രസ് ഒരു പ്രധാനപ്പെട്ട ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നതും ഈ തെരഞ്ഞെടുപ്പ് കാലം മുഴുവൻ ചർച്ചയാവാൻ പോകുന്ന ഒരു വാർത്തയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. BJP കേന്ദ്ര നേതാക്കൾക്കെതിരെ 1800 കോടി രൂപയുടെ അഴിമതി ആരോപണമാണ് കാരവൻ മാഗസിൻ നടത്തിയത്. മുതിർന്ന നേതാക്കൾക്ക് കോടികൾ നൽകിയതായി വെളിപ്പെടുത്തുന്ന മുൻ കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയുടെ ഡയറി കുറിപ്പാണ് കാരവൻ മാഗസിൻ പുറത്തുവിട്ടത്. കേന്ദ്രമന്ത്രിമാരായ അരുൺ ജെയ്റ്റ്ലി, നിതിൻ ഗഡ്കരി എന്നിവർക്ക് 150 കോടി രൂപ വീതവും, രാജ്നാഥ് സിംഗിന് 100 കോടി രൂപയും, LK അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവർക്ക് 50 കോടി വീതവും നൽകിയതായാണ് ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ആരോപണം നിഷേധിച്ചുകൊണ്ട് യെദ്യൂരപ്പയും BJPയും എല്ലാം അതിനുശേഷം രംഗത്തെത്തിയിട്ടുണ്ട്. All the issues being raised by Congress, including one raised by them today about alleged payment of crores of rupees, has been already inquired and found that documents are fake. IT department officials have already probed the issue to find that the documents and signatures and handwritten notes are forged one. Congress leaders who are apt in carrying out all these atrocious and malicious campaigns planted this story in the media to gain political mileage in the coming elections.
യെദ്യൂരപ്പയുടെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. സവാദ് മുഹമ്മദ് ചേരുകയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. സവാദ്, ഒരു ചെറിയ ഭൂതത്തെയല്ല ഇന്നിപ്പോൾ കാരവൻ മാസിക പുറത്തുവിട്ടിരിക്കുന്നത്. തീർച്ചയായും വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണത്. ആ വാർത്തയുടെ തുടർചലനങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് ഏതൊക്കെ തരത്തിൽ ഈ വാർത്ത തെളിയിക്കപ്പെടും എന്നതൊക്കെ മറ്റൊരു കാര്യമാണ്. അതിനു മുമ്പ് 30 ദിവസങ്ങൾക്കപ്പുറത്ത് നമ്മുടെ തെരഞ്ഞെടുപ്പ്, 30 ദിവസങ്ങളിലേക്ക് പോകേണ്ടതില്ല, അതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് ആഗതമാകുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന ചർച്ചാ വിഷയം ഈ വിഷയമാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെ കോൺഗ്രസും രംഗത്ത് വന്നിരിക്കുന്നു. എങ്ങനെയാണ് ഈ ആരോപണത്തിന്റെ ചിത്രം, അത് ഏത് തരത്തിലായിരിക്കും രാഷ്ട്രീയമായി ബാധിക്കുക? ഹർഷൻ, നമ്മൾ ഈ വാർത്ത പുറത്തു വരുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി BJP നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ക്യാമ്പയിൻ ഉണ്ട്. അതായത് ചൗക്കിദാർ ചോർഹെ എന്ന രാഹുൽ ഗാന്ധിയുടെ ആ മുദ്രാവാക്യത്തെ, റഫാൽ വിഷയവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ആ മുദ്രാവാക്യത്തെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി എല്ലാവരും ചൗക്കിദാർമാരാണ്, എല്ലാവരും കാവൽക്കാരാണ് എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് എല്ലാവരുടെയും ട്വിറ്ററിൽ പേരുകൾക്ക് മുമ്പേ ചൗക്കിദാർ എന്ന് ചേർത്തുകൊണ്ട് നടത്തിയിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ, ആ ഒരു ചൗക്കിദാർ ക്യാമ്പയിൻ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഈ ഒരു ആരോപണം വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ ആരോപണത്തിൽ പ്രതിയായിരിക്കുന്നത് അല്ലെങ്കിൽ പ്രതിക്കൂട്ട് നിൽക്കുന്നത് യെദ്യൂരപ്പ മാത്രമല്ല. യെദ്യൂരപ്പക്കെതിരെ ഇതിനു മുമ്പും പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നത് ഈ ആരോപണം നേരെ ചെന്ന് നിൽക്കുന്നത് പ്രധാനപ്പെട്ട BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ മുഖത്തേക്കാണ് എന്നുള്ളതാണ്. അരുൺ ജെയ്റ്റ്ലി 150 കോടി രൂപ വാങ്ങിയെന്ന് പറയുന്നു. രാജ്നാഥ് സിംഗ്, അതുപോലെ തന്നെ നിതിൻ ഗഡ്കരി, അതിനുശേഷം ഇപ്പോൾ മാർഗദർശക മണ്ഡലിലുള്ള മുരളി മനോഹർ ജോഷി, എൽകെ അദ്വാനി, അങ്ങനെ BJPയുടെ മുഖമെന്ന്, കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും മുഖമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നരേന്ദ്രമോദി കഴിഞ്ഞാൽ ആരാണ് ഈ മന്ത്രിസഭയിൽ ഏറ്റവും ശക്തർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇതിൽ പ്രതിപട്ടികയിൽ വന്നിരിക്കുന്നു. അത് തന്നെയാണ് ഈ ആരോപണം ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പ്രചാരണ വിഷയമായി മാറുകയും ചെയ്തത്. തീർച്ചയായിട്ടും നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത് ഈ ചൗക്കിദാർ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് BJP കൊണ്ടുവരുന്ന ഈ ഒരു ക്യാമ്പയിനെ വളരെ ശക്തമായി എല്ലാവരും ചൗക്കിദാർ ചോർഹെ ആണ് എന്ന, ഇപ്പോൾ രാഹുൽ ഗാന്ധി അല്പസമയം മുമ്പ് ട്വിറ്ററിൽ അദ്ദേഹത്തിന്റെ കമന്റും ആ തരത്തിലായിരുന്നു. BJPയിലെ എല്ലാ ചൗക്കിദാർമാരും കള്ളന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ആ വാർത്ത ഷെയർ ചെയ്തത്. വളരെ പെട്ടെന്ന് ഈ പ്രചാരണത്തെ ആ മട്ടിൽ പ്ലേസ് ചെയ്യാനായി കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നതാണ് ഒരു വശത്ത്. എങ്ങനെയാണ് ഇതിനെ BJPക്ക് പ്രതിരോധിക്കാനാവുക എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പോൾ ഈ ആരോപണം ഉയരുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഈ പണം കൊടുത്തു എന്ന് പറയുന്ന ഘട്ടത്തിൽ അരുൺ ജെയ്റ്റ്ലി കർണാടകത്തിലെ പ്രഭാരിയാണ് എന്ന് പറയുന്നു. അങ്ങനെ സാഹചര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇത് വ്യാജമായി നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് BJP ആരോപിക്കുന്നത് ശരിയാണെങ്കിൽ, അങ്ങനെ തന്നെ പരിശോധിക്കുമ്പോഴും സാഹചര്യങ്ങളെല്ലാം ചേർന്ന് വരുന്ന തരത്തിലാണ് ഈ പട്ടിക ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര എളുപ്പത്തിൽ ഇത് BJPക്ക് പ്രതിരോധിക്കാൻ കഴിയും? എങ്ങനെയാണ് അല്ലെങ്കിൽ BJP ഇതിനെ പ്രതിരോധിക്കുക? ഹർഷൻ, BJP ഇതിനെ പ്രതിരോധിക്കാൻ പോകുന്നത് ഇതൊരു വ്യാജ ഡോക്യുമെന്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് അല്പസമയം മുമ്പ് ആദായ നികുതി വകുപ്പിനെ കൊണ്ട് ഒരു പ്രസ്താവന ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ പ്രസ്താവനയിൽ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം, ഇങ്ങനെ ഒരു രേഖ കിട്ടിയിട്ടില്ല എന്ന് ആ പ്രസ്താവനയിൽ ഒരിടത്തും ആദായ നികുതി വകുപ്പ് പറയുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ രേഖ വ്യാജമാണ് എന്നും ഈ ഒരു പ്രസ്താവനയിൽ പറയുന്നില്ല. മറിച്ച് ഇത് 2016 കോൺഗ്രസിന്റെ കർണാടകയിലെ പ്രമുഖനായിട്ടുള്ള DK ശിവകുമാറിന്റെ വീട്ടിൽ നടത്തിയിട്ടുള്ള ഒരു റെയ്ഡിനിടെ DK ശിവകുമാറാണ് ഈ രേഖ നൽകിയതെന്നും അതൊരു ഫോട്ടോ കോപ്പി മാത്രമാണെന്നും അതിന്റെ ഒറിജിനൽ കണ്ടെത്താനുള്ള ശ്രമം ഇതുവരെ വിജയിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ രേഖ ഒറിജിനൽ ആണോ അല്ലെങ്കിൽ വ്യാജമാണോ എന്ന് പറയാൻ കഴിയില്ല. ഇത് ഒരു ഫോട്ടോ സ്റ്റേറ്റ് രേഖ മാത്രമാണ് എന്നായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ ഈ പ്രസ്താവന. ആ പ്രസ്താവന അടക്കം ഇപ്പോൾ വന്നിട്ടുള്ള സാഹചര്യത്തിൽ അത് മുൻനിർത്തിയായിരിക്കും ഒരുപക്ഷെ ഇനി BJP ഈ വിഷയത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുക. സവാദാണ് വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്. പത്തനംതിട്ട മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ സംഘപരിവാറിൽ തന്നെ അതൃപ്തിയുണ്ട് എന്ന വാർത്തകൾ വരുന്നുണ്ട്. മുരളീധര പക്ഷത്തിനൊപ്പം RSSും ശബരിമല കർമ്മസമിതിയും വിമർശനം ഉന്നയിച്ചതായാണ് വിവരം ലഭിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് ജയസാധ്യതയെ ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നതും. പക്ഷേ മറ്റു പല ചർച്ചകളും ഈ ഘട്ടത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ PJ കുര്യൻ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി വന്നേക്കാം എന്നൊക്കെയുള്ള ഊഹാപോഹങ്ങളുണ്ട്. ഇതേക്കുറിച്ച് PJ കുര്യൻ്റെ പ്രതികരണം തൽക്കാലം ലഭ്യമായിട്ടുമില്ല. എങ്കിലും ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ പ്രാദേശികമായെങ്കിലും അതൃപ്തി നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് റിപ്പോർട്ട്. കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടിക ഡൽഹിയിൽ പ്രഖ്യാപിക്കുമ്പോൾ ഏവരും ഉറ്റുനോക്കിയത് പത്തനംതിട്ടയാണ്. എന്നാൽ നിർണായകമെന്ന് BJP വിലയിരുത്തിയ സീറ്റ് കേന്ദ്ര നേതൃത്വം ഒഴിച്ചിട്ടതോടെ അപസ്വരങ്ങളും ഉടലെടുത്തു. മുരളീധര പക്ഷമാണ് പ്രഖ്യാപനം വൈകുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് ആദ്യം രംഗത്തു വന്നത്.
പിന്നാലെ RSSും ശബരിമല കർമ്മസമിതിയും നിലപാട് കടുപ്പിച്ചു. പ്രശ്നത്തിൽ പരാതി അറിയിച്ചിട്ടില്ലെങ്കിലും പേര് ഇന്നുതന്നെ പുറത്തുവിടാൻ കേന്ദ്ര നേതൃത്വത്തിനുമേൽ BJP സംസ്ഥാന ഘടകം സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെപ്പറ്റി അഭിപ്രായ വ്യത്യാസമില്ലെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. നടപടിക്രമം പൂർത്തിയാക്കി ഇന്നോ നാളെയോ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. യാതൊരുവിധ തർക്കങ്ങളും ഇല്ല. പ്രൊസീജിയറായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ട്, ചർച്ചകൾ നടത്താനുണ്ട്. അത് ഇന്നോ നാളെയൊക്കെ ആയിട്ട് അത് നടക്കും. അതിൻ്റെ അകത്തൊരു തർക്കത്തിൻ്റെയോ അഭിപ്രായ വ്യത്യാസത്തിൻ്റെയോ ഒന്നുമില്ല. ഇതിനിടെ കെ സുരേന്ദ്രൻ പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. BJP RSS സംഘടനാ പ്രവർത്തകർക്ക് പ്രചാരണ രംഗത്ത് സജീവമാകാൻ നിർദ്ദേശമെത്തി. കെ സുരേന്ദ്രൻ തന്നെ സ്ഥാനാർത്ഥി എന്ന വിവരമാണ് പത്തനംതിട്ട ജില്ലയിലെ സംഘപരിവാർ നേതാക്കൾക്കും പ്രവർത്തകർക്കും നൽകിയിട്ടുള്ളത്. 24 കൊച്ചി. കൊലീബി വിഷയത്തിൽ CPMനെ പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. വെല്ലുവിളി ഏറ്റെടുത്ത് CPIM സംവാദത്തിന് തയ്യാറാണെന്നും സമയവും സ്ഥലവും മുല്ലപ്പള്ളി നിശ്ചയിക്കട്ടെ എന്നുമാണ് കോടിയേരി പ്രതികരിച്ചത്. അതേസമയം കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകാൻ ഒരുങ്ങുന്നവരെ വാഗ്ദാനങ്ങൾ നൽകി കോൺഗ്രസ് പിടിച്ചു നിർത്തുകയാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. കണ്ണൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി തന്നെയായിരുന്നു പിണറായി വിജയന്റെ ലക്ഷ്യം എന്ന് വ്യക്തമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. കൊലീബി വിഷയത്തിൽ മൂന്നാം ദിവസവും കോൺഗ്രസും CPIM തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. വിഷയത്തിൽ കോടിയേരിയെ സംവാദം ക്ഷണിക്കുകയാണെന്നും കോടിയേരി സംവാദത്തിന് തയ്യാറാണോ എന്നും KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചോദിച്ചു. ഒരു സംവാദത്തിന് ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു. ഒരു സംവാദത്തിന് ഞാൻ പാർട്ടി സെക്രട്ടറിമാൻ കോടിയേരി ബാലകൃഷ്ണനെ വെല്ലുവിളിക്കുന്നു. തയ്യാറുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് തിരക്കിലും ഞാൻ ആ സംവാദത്തിന് തയ്യാറാണ്. 1 to 1 വരട്ടെ, സംസാരിക്കാം. വെല്ലുവിളി ഏറ്റെടുത്ത കോടിയേരി മുല്ലപ്പള്ളിയുമായി പരസ്യ സംവാദത്തിന് തയ്യാറാണെന്നും സമയവും സ്ഥലവും മുല്ലപ്പള്ളി നിശ്ചയിക്കട്ടെ എന്നും പ്രതികരിച്ചു. 1991 വടകരയിലെ കോലീബി സഖ്യത്തിന്റെ പ്രചാരകനായിരുന്നു മുല്ലപ്പള്ളി എന്നും കോടിയേരി പ്രതികരിച്ചു. കോലീബി സഖ്യത്തിന്റെ പ്രചാരകനായിരുന്നു 1991 മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയിൽ. അതേസമയം BJPയിൽ ചേരാൻ പോകുന്ന നേതാക്കളെ കോൺഗ്രസ് വാഗ്ദാനങ്ങൾ നൽകി പിടിച്ചു നിർത്തുകയാണെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. 4 വോട്ട് പിടിച്ച് സീറ്റ് നേടാൻ SDPIയും RSSുമായി കോൺഗ്രസ് സഹകരിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് 24. തീർച്ചയായും വടകരയിൽ കോലീബി സഖ്യം, ഒപ്പം തന്നെ RMPയുടെ നിലപാട്, ഇതൊക്കെ തന്നെയാണ് ഏറ്റവും സജീവമായ ചർച്ചാ വിഷയമാവുന്നത്. ഏറ്റവും കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി വടകര മാറിയിരിക്കുന്നു. ഇതൊക്കെ കൊണ്ടുതന്നെ RMPയെ വടകരയിൽ കോൺഗ്രസ് ഉപകരണമാക്കി മാറ്റി എന്നാണ് LDF സ്ഥാനാർത്ഥി P ജയരാജൻ തന്നെ ഇന്നിപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. BJPയിലേക്കുള്ള പാലമായിട്ടാണ് കോൺഗ്രസ് RMPയെ ഉപയോഗിക്കുന്നത്. RMP ചെറിയ പാർട്ടി മാത്രമാണെന്നും കോലീബി സഖ്യത്തെ പരാജയപ്പെടുത്തിയ ചരിത്രം വടകരയിലുണ്ടെന്നും ജയരാജൻ കൊച്ചിയിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഷ്ട്രീയ കേസുകളിൽ ജാമ്യമെടുക്കാൻ എറണാകുളത്തെ കോടതിയിലെത്തിയപ്പോഴാണ് ജയരാജൻ ഈ പ്രതികരണം നടത്തിയത്. 4 കേസുകളിലാണ് എറണാകുളത്തെ CJM കോടതി P ജയരാജന് ജാമ്യം അനുവദിച്ചത്. ഫസൽ വധക്കേസുമായി ബന്ധപ്പെട്ട് CBI ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ കേസിൽ മെയ് 6 വരെയും പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ കേസിൽ മാർച്ച് 28 വരെയും കോടതി ജാമ്യം അനുവദിച്ചു. വടകരയിൽ ഏത് അവിശുദ്ധ കൂട്ടുകെട്ടിനെയും ഇടതുപക്ഷം തോൽപ്പിക്കുമെന്ന് P ജയരാജൻ പറഞ്ഞു. RMPയുടെ ഒരു ചെറിയൊരു സംഘടനയുണ്ട്. അതിനെ ഉപയോഗിച്ച് BJPയിലേക്കുള്ള പാലം സൃഷ്ടിക്കാനാണ് കോൺഗ്രസും ലീഗും ശ്രമിക്കുന്നത്. ജനങ്ങൾ നല്ലവണ്ണം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വടകരയിൽ തനിക്കെതിരെ മത്സരിക്കാൻ ആളില്ലായിരുന്നുവെന്നും മുല്ലപ്പള്ളി ഉൾപ്പെടെ പിന്മാറിയെന്നും ആശ്വാസ സ്ഥാനാർത്ഥി എത്തിയെന്ന് പറയുന്നതിൽ കാര്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് രാഷ്ട്രീയ കേസുകളിൽ ജാമ്യമെടുക്കുന്നതിനായാണ് P ജയരാജൻ എറണാകുളത്തെ CJM കോടതിയിൽ എത്തിയത്. 24 കൊച്ചി. വടകര മണ്ഡലത്തിൽ പ്രചാരണം വൈകിയത് ഒരു തരത്തിലും തിരിച്ചടി ഉണ്ടാക്കില്ലെന്നാണ് UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെ പ്രതീക്ഷ. കഴിഞ്ഞ 10 വർഷക്കാലത്തെ മണ്ഡലത്തിലെ വികസനങ്ങൾ ഊന്നിയുള്ള പ്രചാരണവും നടത്തും എന്നാണ് K മുരളീധരൻ 24നോട് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ UDF സ്ഥാനാർത്ഥി K മുരളീധരനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. ഇന്നലെ ആവേശോജ്വലമായ സ്വീകരണമാണ് വടകര ലഭിച്ചത്. എന്ത് തോന്നുന്നു ഈ ആദ്യഘട്ടത്തിൽ? അല്ല, അത് ജനങ്ങളുടെ ഇടയിലുള്ള ഒരു ആവേശത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. കാരണം വടകര ലോക്സഭാ നിയോജകമണ്ഡലത്തിലെ ഇലക്ഷൻ കൺവെൻഷനുകൾ മുമ്പ് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ കോഴിക്കോട് മത്സരിക്കുന്ന കാലത്തും വടകരയിലെ UDFൻ്റെ കൺവെൻഷനിൽ ഞാനൊക്കെ പങ്കെടുത്ത അന്നൊന്നും ഇത്ര ഇതിൻ്റെ മൂന്നിലൊന്നും ആവേശം ഉണ്ടായിരുന്നില്ല. ഇത് ജനം ഈ തെരഞ്ഞെടുപ്പ് ഏറ്റെടുത്തു എന്നുള്ള എൻ്റെ ഒരു തെളിവാണ് ഇന്നലെ ഉള്ള ആവേശകരമായിട്ടുള്ള സ്വീകരണം. അത് ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. പക്ഷെ അതേ സമയത്ത് വോട്ടർമാരെ കഴിയുന്നത്ര നേരിട്ട് കാണുക എന്നുള്ളതാണ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എൻ്റെ ചുമതല. ഒരു പാർലമെൻറ്റിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
അസംബ്ലിയൊക്കെ ആണെങ്കിൽ ഞാൻ കഴിഞ്ഞ തവണയൊക്കെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി. ഇപ്പോൾ അത് കഴിയില്ല. എങ്കിലും കഴിയുന്നത്ര ആളുകളെ കാണുക. ഇപ്പോൾ എതിർ സ്ഥാനാർത്ഥി രണ്ടാം ഘട്ട പ്രചരണത്തിലേക്ക് കടന്നിരിക്കുന്നു. അങ്ങനെ ഒരു പ്രചരണ രംഗത്തൊരു മേൽക്കൈ ഇപ്പോൾ പി ജയരാജനാണ്. അത് ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളിയാക്കും? പ്രചരണ രംഗത്ത് താമസിച്ചത് ഒരു വെല്ലുവിളിയല്ല. ഏറ്റവും വലിയ ഉദാഹരണം 2001 2001 ഇതുപോലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളൊക്കെ അണിനിരന്ന് ഒരു മാസം കഴിഞ്ഞിട്ടാണ് UDFൻ്റെ സ്ഥാനാർത്ഥികൾ വരുന്നത്. അന്നാണ് UDFന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത്, 100 സീറ്റ് കിട്ടി. അതിൻ്റെ ആവർത്തനമായിരിക്കും ഈ ഇലക്ഷനുണ്ടാകും. ഈ അക്രമരാഷ്ട്രീയം മാത്രമല്ലാതെ ഇപ്പോൾ MP-യുടെ വികസനത്തെക്കുറിച്ചുള്ളൊരു വാചകമൊന്നും ഇന്നലത്തെ കൺവെൻഷനിൽ കണ്ടിട്ടില്ല. അപ്പോൾ അക്രമരാഷ്ട്രീയത്തെക്കുറിച്ച് മാത്രമാണ് ഇവിടുത്തെ പ്രചരണം? അതല്ല, MP-യുടെ 10 വർഷത്തെ നേട്ടങ്ങളും പറയുന്നുണ്ട്. അത് നമ്മൾ അതിൻ്റെ ഒരു ബുക്കടിച്ച് എല്ലാ വീടുകളിലും എത്തിക്കുന്നുണ്ട്. MP-യുടെ വികസന നേട്ടങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ് ഈ നിയോജകമണ്ഡലം. കാരണം ഇതിന് മുമ്പൊക്കെ MP-മാരെ വിജയിപ്പിച്ച് അയച്ചെങ്കിലും ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി പോലും ഇവിടെ കൊണ്ടുവന്നിരുന്നില്ല. പക്ഷേ ഈ ശ്രീ മുല്ലപ്പള്ളി MP ആയിട്ട് വന്നതിന് ശേഷം നിരവധി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഇവിടെ നടപ്പാക്കി. CRPFൻ്റെ യൂണിറ്റ് ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവന്നു. അത് ഹോമിൻ്റെ മറ്റേ സഹമന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ തലശ്ശേരിയിൽ കേന്ദ്രീയ വിദ്യാലയം ഉൾപ്പെടെ അങ്ങനെ ഒരുപാടുണ്ട് അദ്ദേഹത്തിൻ്റെ വികസനം. അതും ഞങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ടയിൽ ഒന്ന് തന്നെയാണ് MP-യുടെ വികസന പ്രവർത്തനങ്ങൾ. വികസനത്തിൽ ഊന്നിയുള്ളൊരു പ്രചരണം തന്നെയായിരിക്കും തീർച്ചയായിട്ടും. അദ്ദേഹത്തിന് ഇനിയും കുറേ പദ്ധതികൾ ആവിഷ്കരിച്ചു, നടപ്പാക്കാൻ കുറച്ച് ബാക്കിയുള്ളത് നടപ്പാക്കുകയും പുതിയ പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്തു. അതാണ് എൻ്റെ ചുമതല. എന്തായാലും വികസനത്തിൽ ഊന്നിയുള്ളൊരു പ്രചരണം തന്നെയായിരിക്കും വടകര ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി മുന്നോട്ട് വയ്ക്കുക. ക്യാമറാമാൻ സുബൈർ ഫൈസിയോടൊപ്പം നിതിൻ അംബുജൻ, 24. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് NSSുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്ക് CPIM എത്തിയിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ തന്നെ നിഴൽയുദ്ധം വേണ്ട എന്ന് G. സുകുമാരൻ നായരോട് ആവശ്യപ്പെടുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു. എന്നാലിപ്പോൾ ആ കടുത്ത നിലപാട് അല്പം മയപ്പെടുത്തിയിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണൻ. തീർച്ചയായും തെരഞ്ഞെടുപ്പിനോട് തൊട്ടടുത്ത് വരുന്ന സാഹചര്യമാണ്. പക്ഷേ ആ മുട്ടി വിളിക്കാൻ തയ്യാറല്ല എന്നും കോടിയേരി ബാലകൃഷ്ണൻ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട്. ആരോടും പാർട്ടിക്ക് നിഷേധാത്മക നിലപാടില്ല. പക്ഷേ കാണാൻ അനുവാദമുണ്ടെങ്കിൽ മാത്രം ആരെയും കാണാൻ CPIM തയ്യാറാണ്. അവസരം കിട്ടിയാൽ അത്തരം കാര്യങ്ങൾ വേണമെങ്കിൽ പാർട്ടി ആലോചിക്കും. എന്നാൽ അടച്ചിട്ട വാതിലിൽ മുട്ടി വിളിക്കാൻ കഴിയില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ ആലപ്പുഴയിൽ പറഞ്ഞു. എല്ലാവരോടും ഒരു നിഷേധാത്മകമായ സമീപനം ഞങ്ങൾക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവസരം കിട്ടുമ്പോൾ കാണാൻ പറ്റുന്ന ആളുകളെയൊക്കെ കാണും. പിന്നെ അങ്ങോട്ട് വരണ്ട എന്ന് പറയുന്ന ആളുടെ അങ്ങോട്ട് പോയിട്ട് വാതിൽ മുട്ടി തുറക്കാൻ നമുക്ക് സാധിക്കില്ല. തീർച്ചയായും രാഷ്ട്രീയ കേരളം ഏറ്റവും ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്ന ഒരു ഏറ്റുമുട്ടൽ നടക്കുന്ന മണ്ഡലമാണ് എറണാകുളം. P. രാജീവാണ് ഇവിടുത്തെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി. ഹൈബി ഈഡനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. ഈ രണ്ട് സ്ഥാനാർത്ഥികളും ഈ മണ്ഡലത്തിന് അത്രമേൽ സുപരിചിതരാണ്. അതുമാത്രമല്ല, പാർലമെൻറ്റിൽ തൻ്റെ റോൾ ഭംഗിയായി നിർവഹിച്ച് മുമ്പേ ജനശ്രദ്ധ നേടിയിട്ടുള്ളയാളാണ് P. രാജീവ്. അതുപോലെ തന്നെ ഹൈബി ഈഡനാവട്ടെ അസംബ്ലി മണ്ഡലത്തിൽ ഈ എറണാകുളം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയിട്ടുള്ള MLAയുമാണ്. പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എറണാകുളം മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥി P. രാജീവ്. എതിരാളിയുടെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയല്ല, മറിച്ച് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞാണ് താൻ വോട്ട് തേടുന്നത് എന്നാണ് P. രാജീവ് 24നോട് പറഞ്ഞത്. എറണാകുളം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അതിന്റെ ആവേശം അങ്ങേ അറ്റത്തേക്ക് എത്തിയിരിക്കുന്നതെന്ന് തന്നെ പറയാൻ കഴിയും. ആദ്യമേ പ്രചരണത്തിനിറങ്ങിയ വ്യക്തിയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള P. രാജീവ്. എങ്ങനെയുണ്ട് പ്രചരണത്തിന് ജനങ്ങളെ കാണുമ്പോഴും നേരിട്ട് വോട്ടഭ്യർത്ഥിക്കുമ്പോഴും എല്ലാം ഉള്ള പ്രതികരണം? നല്ല രീതിയിലുള്ള പ്രതികരണമാണ്. നല്ല ആവേശത്തോടും സ്നേഹത്തോടും കൂടിയാണ് ജനങ്ങൾ സമീപിക്കുന്നത്. ഞങ്ങളുടെ 2 റൗണ്ട് പ്രചരണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. നാളെ മുതൽ പൊതുപ്രചരണത്തിലേക്ക് വരികയാണ്. പൊതുവെ എല്ലായിടങ്ങളിലും നല്ല ഹൃദ്യമായിട്ടുള്ള സ്വീകരണമാണ്. മണ്ഡലത്തിനകത്തൊരു മാറ്റം അത് ഫീൽ ചെയ്യുന്ന രൂപത്തിലുള്ള പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്ന് ഉണ്ടാകുന്നത്. അതുപോലെ രാജീവ് ഇപ്പോൾ കുളം വൃത്തിയാക്കുന്ന കർമ്മം ചെയ്യുന്നു. ഇതിനു മുമ്പ് തന്നെ CPMനെ ജനകീയമാക്കിയത് രാജീവിൻ്റെ ഒരു ജൈവ പദ്ധതി ഉണ്ടായിരുന്നു, ജൈവ കൃഷി. ഇത്തരത്തിലുള്ള പദ്ധതികൾക്കാണോ രാജീവ് എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്? പാരിസ്ഥിതികമായ ഇടപെടലുകൾക്ക് ഞങ്ങൾ പൊതുവെ പാർട്ടി തന്നെ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. കേരളത്തിലെ ഗവൺമെൻറ് ഹരിത കേരളം പദ്ധതിയിലൂടെ അത് കുറേ കൂടി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ 50ഓളം കുളങ്ങൾ ശുചീകരിക്കുകയുണ്ടായി. നിങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം അത് കാണുകയുണ്ടായി. 50,000-ലധികം വരുന്ന മഴക്കുഴികൾ വീടുകൾക്കകത്ത് സൃഷ്ടിച്ചിരുന്നു. പെരിയാറിൽ ഞങ്ങളൊരു ഇല്ലിത്തണൽ സൃഷ്ടിക്കാനായിട്ട് അന്ന് ശ്രമിച്ചിരുന്നു. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 1-2 വർഷങ്ങളായി ജില്ലയ്ക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിലും ഇപ്പോൾ ലോക ജലദിനം അത്തരത്തിലുള്ള സന്ദേശം നൽകേണ്ട സന്ദർഭമാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇപ്പോൾ ഈ കുളം ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിച്ചിട്ടുള്ളത്. നാളത്തോടുകൂടി ഇത് പൂർണ്ണമായിട്ടും ശുചീകരിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തന്നെ രാജുവിൻ്റെ പ്രചരണത്തിലൊക്കെ ഭയങ്കര വ്യത്യസ്തത കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു മണ്ണുകൊണ്ട് ചുവരെഴുതുക,
എങ്ങനെയാണ് അത്? പാർട്ടി തന്നെ മുൻകൈ എടുത്താണോ അല്ലെങ്കിൽ പ്രവർത്തകർ അവരുടേതായ രീതിയിൽ ചെയ്യുന്നതാണോ? അത് അവരുടേതായ മുൻകൈയാണ്. യഥാർത്ഥത്തിൽ അത് പത്രത്തിൽ വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. അതിനുശേഷം ആ വഴി പോയപ്പോൾ ഇറങ്ങി അവിടെ കാണുകയും അത് എഴുതിയ ചിത്രകാരൻ പാർട്ടി പ്രവർത്തകരാണ്, അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ വൈറലായിട്ടൊരു വീഡിയോ ഉണ്ട്, പാർലമെൻറ്റിൽ എൻ്റെ വിടവാങ്ങൽ. അതിപ്പോഴും എനിക്കറിയില്ല ആരാണ് അത് നിർമ്മിച്ചിട്ടുള്ളതെന്നുള്ളത്. അപ്പം അങ്ങനെ പലയിടങ്ങളിലും നിന്നായിട്ട് മുന്നണി പ്രവർത്തകർ അല്ലാത്ത ആളുകളും ഇത്തരം പ്രചാരവേലകൾക്കകത്ത് ഇടപെടുന്നുണ്ട്. ചിലർ വീടിൻ്റെ ചുവരിനകത്ത് അവരുടെ സ്വന്തം വീടിൻ്റെ ചുവർ തന്നെ ഉപയോഗിച്ചുകൊണ്ട് പ്രചരണം നടത്തുന്നുണ്ട്. ഇതുപോലെയുള്ള പുതിയ രീതികൾ, മണൽ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ തന്നെ പനമ്പ് ഉപയോഗിച്ചുകൊണ്ട്, വാഴയിലകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചാരണ രീതി. കുന്നുകരയിൽ ഞാൻ ചെന്നപ്പോൾ ഒരു അംഗവൈകല്യമുള്ള വീൽ ചെയറിലിരിക്കുന്ന മിനി അവർ ഒരു പേന, സീഡ് പെൻ അവർ നിർമ്മിച്ചുകൊണ്ട് ആ പേനയിൽ പി രാജീവൻ വോട്ട് ചെയ്യുക എന്ന് എഴുതി അത് എനിക്ക് നൽകുകയുണ്ടായി. അപ്പോൾ അത്തരത്തിൽ അവർ തന്നെ പുതിയ പുതിയ രീതികൾ പരീക്ഷിക്കുന്നു. അവർ അതിനകത്ത് നല്ല രീതിയിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നു. അതെല്ലാം നല്ല ആവേശം നൽകുന്ന, വികാരം നിറങ്ങുന്ന അനുഭവങ്ങളാണ്. പ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആ ഒരു കാലഘട്ടം രാജീവിന് അത് ഗുണം ചെയ്തതായി തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ജനങ്ങളിൽ നിന്നാണ് നമ്മളെല്ലാം പഠിക്കുന്നത്. ജനങ്ങൾക്കൊപ്പം നിൽക്കുക, അത് പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വലിയ സാധ്യതകളുണ്ട്. ഇപ്പോൾ പി രാജീവ് എന്നൊരു വ്യക്തി ഒരു ജൈവജീവിതം പദ്ധതി ആവിഷ്കരിക്കുകയാണെങ്കിൽ അതിന് വളരെ പരിമിതികളുണ്ടാവും. വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാത്രം നിൽക്കുമ്പോഴാണ് നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രസ്ഥാനം പൊതുവെ അതിനകത്ത് അണിചേരുകയാണ്, അല്ലാതെ ഒരു വ്യക്തിയല്ല. പ്രസ്ഥാനമാകെ ചേരുമ്പോഴാണ് അത്തരം പ്രവർത്തനം വിജയിപ്പിക്കുന്നത്. ഇപ്പോൾ കനിവ് നമ്മളൊരു ആക്ഷൻ ഫോഴ്സ് രൂപീകരിച്ചു. പക്ഷേ ചുമട്ടുതൊഴിലാളികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും ഏറ്റെടുത്ത് ട്രോമോ കെയർ പരിശീലനം നടത്തി ആയിരക്കണക്കിന് വരുന്ന ഒരു ഫോഴ്സിനെ ഇവിടെ നമുക്ക് രൂപീകരിക്കാൻ കഴിയും. അത് അവർ ഏറ്റെടുക്കുമ്പോഴാണ്. കനിവ് ഭവന പദ്ധതി വന്നപ്പോൾ ജനങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ്. അപ്പോൾ അവർ ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ്, അല്ലാതെ ഒരു വ്യക്തിയുടെ സവിശേഷതയല്ല, പൊതുവെ ജനങ്ങളും പ്രസ്ഥാനവും ഏറ്റെടുക്കുമ്പോഴാണ്. തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാലുള്ള സൗകര്യം അല്ലെങ്കിൽ സാധ്യത എന്നുള്ളത് അതുവരെ ഒരു പാർട്ടി അല്ലെങ്കിൽ മുന്നണിയുടെ പ്രതിനിധി എന്ന നിലയിൽ ഇത്തരം പരിപാടികൾക്ക് നേതൃത്വം നൽകുമ്പോൾ കുറേ ആളുകൾ അതിന് പുറത്തു നിന്നുള്ളവർ ഇതിനകത്ത് ആകൃഷ്ടരെ വരാമെങ്കിൽ പോലും പൊതുവെ സമൂഹത്തിൻ്റെതായി അത് വരികയില്ല. പക്ഷെ ജനപ്രതിനിധിയാണെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അതേവരെയുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് ഓരോ ജനപ്രതിനിധിയും മാറും. അതോടുകൂടി ജനപ്രതിനിധി മുഴുവൻ ജനങ്ങളുടെയും, ആ മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രതിനിധിയാണ്. വിശാലമായ രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടായിരിക്കാം, പക്ഷേ വികസന കാര്യങ്ങൾക്കകത്ത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള ഒരു പൊതു കാഴ്ചപ്പാട് വരും. അപ്പോൾ ഇത്തരം പദ്ധതികൾ, ഇപ്പോൾ കുളം സംരക്ഷിക്കണം, അത് CPM മാത്രം ചെയ്യേണ്ടതല്ല, ഇടതുമുന്നണി മാത്രം ചെയ്യേണ്ടതല്ല, ജനങ്ങളാകെ ഏറ്റെടുക്കേണ്ടതാണ്. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചെന്നാൽ ബീഹാറിൽ മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജനം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. RJD 20 സീറ്റുകളിലും കോൺഗ്രസ് 9 സീറ്റുകളിലുമാണ് മത്സരിക്കുക. ബാക്കിയുള്ള 11 സീറ്റുകൾ RLSP, ഹിന്ദുസ്ഥാനി അവാമി മോർച്ച, VIP എന്നീ പാർട്ടികൾക്കാണ് നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് 11 സീറ്റുകൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സീറ്റ് ചർച്ചകൾ വഴിമുട്ടി നിന്ന സാഹചര്യത്തിൽ സീറ്റ് വിഭജന പ്രഖ്യാപനം വൈകുകയായിരുന്നു. നീണ്ട ചർച്ചകൾക്കൊടുവിൽ കോൺഗ്രസിന് 9 സീറ്റുകൾ നൽകാൻ ധാരണയായതോടെ ബീഹാറിലെ മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനായി. RJDക്ക് ലഭിച്ച 20 സീറ്റുകളിൽ 1 സീറ്റ് ഇടതു പാർട്ടികൾക്ക് നൽകും. ലോക് താന്ത്രിക് ജനതാദൾ അധ്യക്ഷൻ ശരത് യാദവ് RJD ടിക്കറ്റിലാണ് മത്സരിക്കുക. ഉപേന്ദ്ര കുശ്വാഹയുടെ RLSP 5ഉം, ജിതൻ റാം മഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാം മോർച്ച, മുകേഷ് സാങ്നിയുടെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി എന്നിവർ 3 വീതം സീറ്റുകളിലും മത്സരിക്കും. ജിതൻ റാം മഞ്ചി ഗയ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടുക. ആദ്യം 12ഉം പിന്നീട് 11ഉം സീറ്റുകൾ ആവശ്യപ്പെട്ട കോൺഗ്രസുമായി വിവിധ ഘട്ടങ്ങളിൽ ചർച്ച നടത്തിയാണ് സീറ്റ് ധാരണയിലെത്താൻ RJDക്ക് കഴിഞ്ഞത്. ബീഹാറിൽ സീറ്റ് വിഭജനം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് UPAയിലെ പല ഘടകകക്ഷികളും കോൺഗ്രസിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ബീഹാറിൽ NDA മുന്നണിയിൽ BJP, JDU എന്നിവർ 17 വീതം സീറ്റുകളിലും രാംവിലാസ് പാസ്വാന്റെ LJP 6 സീറ്റുകളിലും മത്സരിക്കാൻ നേരത്തെ തന്നെ ധാരണയിലെത്തിയിരുന്നു. 24 ഡൽഹി. പല സഖ്യ ചർച്ചകളും പല സംസ്ഥാനങ്ങളിലേറെ കൗതുകകരമായ സാഹചര്യം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. സീറ്റുകൾ കിട്ടിയാൽ പോലെ കിട്ടിയ സീറ്റുകളിൽ കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളെ കിട്ടുക എന്നതുകൂടി ഒരു ദുഷ്കരമായ വിഷയമാണ് പല പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ കർണാടകത്തിൽ JDSന്റെ 4 സീറ്റുകളിൽ കോൺഗ്രസ് നേതാക്കളാണ് സ്ഥാനാർത്ഥികളാവുക. JDSന് ഈ 4 സീറ്റുകളിലും കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രശ്നം. കോൺഗ്രസുമായി സീറ്റ് ധാരണയിലെത്തിയപ്പോൾ ലഭിച്ച ഉത്തര കന്നഡ, ബംഗളൂരു നോർത്ത്, ഉടുപ്പി, ചിക്കമംഗലൂരു, വിജയപുര എന്നീ മണ്ഡലങ്ങളിലാണ് മികച്ച സ്ഥാനാർത്ഥികളെ ഇവർക്ക് കണ്ടെത്താൻ കഴിയാതെ പോയത്. കോൺഗ്രസുമായി കൂടിയാലോചിച്ച ശേഷം JDSന്റെ ചിഹ്നത്തിൽ കോൺഗ്രസിന്റെ നേതാക്കൾ മത്സരിക്കും എന്നതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ.
HD ദേവഗൌഡ കോൺഗ്രസുമായി ചർച്ച നടത്തിയ ശേഷമാണ് 4 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് നേതാക്കളെ JDS ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. ഉത്തരകന്നഡയിൽ സംസ്ഥാന മന്ത്രി RV ദേശ്പാണ്ഡെയുടെ മകൻ പ്രശാന്ത് ദേശ്പാണ്ഡെയും ബംഗളൂരു നോർത്തിൽ വ്യവസായിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അടുത്തയാളുമായ BL ശങ്കറും ഉടുപ്പി ചിക്കമംഗളൂരുവിൽ പ്രമോദ് മാധവരാജും വിജയ്പൂരിൽ ശിവരാജ് തങ്കടുകിയുമാണ് സ്ഥാനാർത്ഥികളാവുക. സീറ്റ് വിഭജനം നടന്നപ്പോൾ ലഭിച്ച ഈ 4 മണ്ഡലങ്ങളിലും JDSന് കാര്യമായ വേരോട്ടമോ മികച്ച സ്ഥാനാർത്ഥികളോ ഇല്ലാത്തതിനാലാണ് കോൺഗ്രസ് നേതാക്കളെ മത്സരിപ്പിക്കാൻ പാർട്ടിയെ പ്രേരിപ്പിച്ചത്. മണ്ഡലങ്ങളിലെ കോൺഗ്രസ് JDS വോട്ടുകൾ ഭിന്നിക്കാതിരിക്കാൻ നടപടി ഉപകരിക്കുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു. HD ദേവഗൌഡ മത്സരിച്ചുകൊണ്ടിരുന്ന ഹാസൻ മണ്ഡലത്തിൽ നിന്ന് ചെറുമകൻ പ്രജ്വൽ രേവണ്ണയാണ് മത്സരിക്കുക. പ്രജ്വൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അതേസമയം ദേവഗൌഡ തുംകൂരു മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചേക്കുമെന്നാണ് സൂചന. 24 ഡൽഹി. ഗൗരി ലങ്കേഷിന്റെ കൊലപാതകത്തിന് ശേഷം വളരെ ശക്തമായി മോദി സർക്കാരിനെതിരായ നിലപാടുമായി രംഗത്ത് വന്ന നടനാണ് പ്രകാശ് രാജ്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ മുമ്പും പലയാവർത്തി ചർച്ചയായിട്ടുണ്ട്. അദ്ദേഹം ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനായി നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചിരിക്കുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് അദ്ദേഹം മത്സരിക്കുക. BJPയുടെ സിറ്റിംഗ് മണ്ഡലമായ ബാംഗ്ലൂർ സെൻട്രലിൽ നിന്നാണ് പ്രകാശ് രാജ് ജനവിധി തേടുന്നത്. കോൺഗ്രസും BJPയും ജനങ്ങളെ സേവിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. തനിക്ക് ജനങ്ങളുടെ ശബ്ദമാവാൻ കഴിയുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. It is the festival of democracy and people here have seen what Mr. MP has done here. He has not been seen for the last 10 years. They are searching for him. കഴിഞ്ഞ 10 വർഷമായി മണ്ഡലത്തിലെ സിറ്റിംഗ് MPയായ BJPയുടെ PC മോഹനാണ് പ്രകാശ് രാജിന്റെ മുഖ്യ എതിരാളി. കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ 40,000-ഓളം വോട്ട് നേടിയ ആം ആദ്മി പാർട്ടി പ്രകാശ് രാജിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏപ്രിൽ 18-നും 23-നുമായി 2 ഘട്ടങ്ങളായാണ് കർണാടകയിൽ തിരഞ്ഞെടുപ്പ് നടക്കുക. ഇലക്ഷൻ ഡെസ്ക് 24. ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ഏതാണ്ട് സെറ്റായിരിക്കുന്നു എന്ന് തന്നെ പറയാമല്ലോ. അങ്ങനെ കരുതിയിരിക്കുന്ന അവസരത്തിലാണ് മറ്റു പല വിഷയങ്ങളും വന്നു കയറുന്നത്. ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഈ 2 ആരോപണങ്ങളും 2 ആരോപണങ്ങളിന്മേലുള്ള തുടർ ചർച്ചകളും എല്ലാം തീർച്ചയായും ഇനിയുള്ള ദിവസങ്ങളിലും അനുരണനങ്ങൾ സൃഷ്ടിക്കും. നമുക്ക് അതിന് കാത്തിരിക്കാം. ഇലക്ഷൻ ഗേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം. You are watching 24 from News Headquarters, Kochi.